ഹലോ എഞ്ചിനീയേഴ്സ്, ഈ വീഡിയോ ഒരു റിയാലിറ്റി ചെക്കാണ്. വർഷങ്ങൾ കളഞ്ഞ് ഒരു ബിടെക് ഡിഗ്രി പഠിച്ചെടുത്തു, കഷ്ടപ്പെട്ട് പ്രൈവറ്റ് ജോലിയും നേടി. എന്നിട്ടും ജോബ് സെക്യൂരിറ്റിയോ സാലറിയോ കരിയർ ഗ്രോത്തോ സ്വപ്നം കാണാൻ പോലും കിട്ടുന്നില്ല. കേൾക്കുമ്പോഴേ പലർക്കും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ലേ? റിയാലിറ്റി അതാണ്. പ്രൈവറ്റ് സെക്ടറിൽ സ്റ്റേബിൾ ആയ സെക്യൂരിറ്റി ഉള്ള ഒരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു ലക്ഷറി തന്നെയാണ്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒന്നുമല്ല. റീസെന്റ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലാത്ത എഞ്ചിനീയേഴ്സിന്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. സോ നിങ്ങൾ ഒറ്റയ്ക്കല്ല, പലരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിനൊരു മറുവശം ഞാൻ കണ്ടിട്ടുണ്ട്. ബിടെക് കഴിഞ്ഞ് ഗവൺമെന്റ് ജോലിയിലൂടെ ജോബ് സെക്യൂരിറ്റിയും പ്രൊമോഷനും കരിയർ ഗ്രോത്തും ഒക്കെ നേടിയ എഞ്ചിനീയേഴ്സ് വെറും ഒരു വർഷമൊക്കെ മാത്രം പ്രിപ്പയർ ചെയ്താണ് അവരിൽ പലരും ഹൈ സാലറിയുള്ള ജോലികൾ നേടിയെടുക്കുന്നത്. എങ്ങനെയാണ് അവർക്കതിന് സാധിക്കുന്നത്? നിങ്ങൾക്കും ഈ കാറ്റഗറിയിലേക്ക് ആക്കാൻ പറ്റുമോ? പറഞ്ഞുതരാം. എന്താണ് നിങ്ങളുടെ പ്രയോറിറ്റികൾ? വാട്ട് ആർ യുവർ പ്രയോറിറ്റീസ്? ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ജോബ് സ്റ്റെബിലിറ്റി, എ സെൻസ് ഓഫ് പർപ്പസ്. ഇതൊക്കെ ആണെങ്കിൽ ഒരു ഗവൺമെന്റ് ജോലി ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നേരത്തെ പറഞ്ഞ ബെനിഫിറ്റുകൾ മാത്രമല്ല, പെൻഷൻ ബെനിഫിറ്റ്, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സാലറീസ്, അങ്ങനെ ബെനിഫിറ്റുകളുടെ ഒരു ലിസ്റ്റ് തന്നെ ഗവൺമെന്റ് ജോലിക്കുണ്ട്. SSC JEE, സ്റ്റേറ്റ് PSC എക്സാംസ്, അതുപോലെ PSU റിക്രൂട്ട്മെന്റ് ഡ്രൈവ്സ്, അങ്ങനെ പല പരീക്ഷകളിലൂടെ ഈ ജോലികൾക്ക് വേണ്ടി ശ്രമിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ATC അതിൻ്റെയൊക്കെ 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂണിൽ ഓവർസീ ഗ്രേഡ് 1, പിന്നെ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. LSCD AE എക്സാം ഉടനെ പ്രതീക്ഷിക്കാം. ഇതുപോലെ ഓരോ വർഷവും ആയിരക്കണക്കിന് വേക്കൻസികൾ ഓപ്പൺ ആകുന്നുമുണ്ട്. പലരും ഈ അവസരങ്ങളൊന്നും അറിയാറ് പോലുമില്ല. ഓപ്പർച്യൂണിറ്റീസ് മിസ്സാക്കാതെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ജോലി നേടാൻ ഒരു വർഷമൊക്കെ പഠിച്ചാൽ മതിയോ? ഇത് പല സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്. നമ്മുടെ എൻട്രിയുടെ തന്നെ എത്രയോ സ്റ്റുഡൻസ് അതിന് തെളിവായിട്ടുണ്ട്. കുറഞ്ഞ സമയത്ത് പ്രിപ്പറേഷൻ കൊണ്ട് ജോലി നേടിയ നിരവധി പേരെ നിങ്ങൾക്ക് എൻട്രിയിൽ കാണാൻ സാധിക്കും. എക്സാം പാറ്റേൺസ് മനസ്സിലാക്കി സമയം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കൺസിസ്റ്റന്റ് ആയി പഠിക്കുക, അതാണ് വേണ്ടത്. നിങ്ങൾക്കും അവരെ പോലെ പഠിച്ച് മുന്നേറാൻ സാധിക്കും. എന്ത് പഠിക്കും, എവിടെ തുടങ്ങും, ജോലിക്കിടയിൽ എങ്ങനെ പഠിക്കും, ഇത്തരം ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകുന്നത് നാച്ചുറൽ ആണ്. ഇതിന് നിങ്ങളെ സഹായിക്കുന്ന നിരവധി സോഴ്സുകൾ ഓൺലൈനിലുണ്ട്. എൻട്രിയിലെ അധ്യാപകർക്ക് കീഴിൽ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റഡി ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു തുടങ്ങാൻ നിങ്ങൾക്കും കഴിയും. ഓർക്കണം, ഇവിടെ നിങ്ങളുടെ ടാലന്റ് എന്നതിലുപരി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് വേണ്ടത്. എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യൽ വിഷു ഡിസ്കൗണ്ടിലൂടെ നിങ്ങൾക്ക് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. സെക്യൂർഡ് ആയ ഒരു ഫ്യൂച്ചറിലേക്കുള്ള തുടക്കം ഈ വിഷുവിന് എൻട്രിയിലൂടെ നേടാം. ദിസ് ഈസ് യുവർ ചാൻസ് ടു ഇൻവെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ. ഡോണ്ട് മിസ് ഔട്ട്. സ്റ്റാർട്ട് യുവർ പ്രിപ്പറേഷൻ ടുഡേ. ഹാപ്പി വിഷു.